നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസം 18-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 2-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അശ്വതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ തുടക്കമാണ്. അശ്വതി നക്ഷത്രം വെള്ളിയാഴ്ച. അപ്പോൾ വളരെ സന്തോഷപ്രദമായ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് അശ്വതി നക്ഷത്രം. വെള്ളിയാഴ്ചയാണ്. വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസം തന്നെയാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങാം. പക്ഷേ കർക്കിടക മാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ വാർഷിക ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം, ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരമാവും. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾക്കെല്ലാം, വീട്, വാഹനം, ഇവയ്ക്കെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേതെന്ന് അറിയുക. അതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. കാരണം അത് വിജയിക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം നടക്കുമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങണം. അപ്പോൾ അനുകൂലമാവുന്ന സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ രാവുകാല സമയം കൂടി നോക്കുക. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:57 തൊട്ട് 12:21 വരെ രാവുകാല സമയമാണ്. ഈ സമയം ഓരോ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യാത്രാദി കാര്യങ്ങൾക്ക് നല്ലതല്ല. അതുപോലെ ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. ഇന്ന് ഗുളികൻ്റെ സമയം വരുന്നത് 10:57 തൊട്ട് രാവുകാലം ഉണ്ടെങ്കിൽ ഗുളികകാല സമയം 7:49 തൊട്ട് 9:23 വരെ ഗുളികനും 3 മണി 39 തൊട്ട് 5 മണി 12 വരെ യമകണ്ഠനും. ഈ 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പകൽ സമയമാണ് ഇത് രണ്ടും, രാത്രിയുള്ള സമയമൊന്നുമല്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ വസ്ത്രവും കൂടി ശ്രദ്ധിച്ചോളണം. നമ്മളിലേക്ക് പോസിറ്റീവ് വരാനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാനും എവിടെയും ഷൈൻ ചെയ്യാനുമായിട്ട് റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത്, വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.